ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇതിനിടയ്ക്ക് കുറേയധികം സംഭവങ്ങൾ, കുറേയധികം ചവിട്ട് നാടകങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ എനിക്ക് ദോശ ചുടലും തട്ടുകടയും ഒന്നും ഇല്ലെങ്കിൽ തന്നെ എനിക്കെന്തോ സമയം കിട്ടുന്നില്ല ഒരു ദിവസം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനും, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ലൈവ് ഇടാനും, ഗൂഗിളിൽ കണ്ണ് നട്ടിരുന്നിട്ട് സെർച്ച് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പുറത്തിടാനും, അതെല്ലാം എല്ലാ ചാനലിലും പോയി കാണാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മിനി എന്ന് മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഞാൻ തീരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ത്രീയുടെ ഒരു ലൈവ് ഇന്നലെയാണെന്ന് തോന്നുന്നു എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ഉള്ള ഒരു ലൈവ്, അത് ഞാൻ കാറിലിരിക്കുമ്പോഴാണ് ഞാൻ കേട്ടത്. അടുത്ത ആളുള്ളത് കൊണ്ട് തന്നെ എനിക്കത് കേൾക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല. കാര്യം ഇവരുടെ വീഡിയോസ് ഒന്നും നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ മുമ്പിൽ കേൾക്കാൻ കൊള്ളുന്നതല്ലല്ലോ. പക്ഷെ ആൾ പുറത്ത് പോയ സമയം കൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് എന്നെ മെൻഷൻ ചെയ്തിട്ട് മിനി എന്ന് പറഞ്ഞ ഇവരെന്തോ ജയിച്ചു, എന്തൊക്കെയോ കണ്ടുപിടിച്ചു, അപ്പം എന്നെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് കേട്ടു. അപ്പോൾ പ്രൗഡ് മദർ, ഇതാണോ നീ പറഞ്ഞ പ്രൗഡ് മദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്രോശമായിരുന്നു അത്. ആ സെക്കൻഡിൽ എനിക്കിടാൻ പറ്റിയ ഒരു കമൻറ്റ്, ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് തന്നെ ഒരു കമൻറ്റും അവിടെ അപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആൾ വന്നപ്പോഴത്തേക്ക് ഞാൻ അത് ഓഫ് ചെയ്തു. പിന്നെ എനിക്ക് ഈ വിഷയങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ നേടി എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ആളുകൾ കിടന്ന് അർമാദിക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എന്താണെന്ന് അറിയാം, ഇവരേതോ ഒരു വലിയ സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്തോ നടന്ന് എന്തോ വലിയ എന്തെങ്കിലും കാര്യമായിരിക്കും, വലിയൊരു വിജയം ഇവരുടെ ലൈഫിൽ എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് എനിക്ക് കോമഡി ആയിട്ടും തോന്നിയത്. ഇത്രയധികം എനിക്ക് ചിരി മാത്രം വന്ന ഒരു സംഭവമാണ് ഇതിൽ സംസാരിച്ചത്. സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ സംഭവമാണ് ഇവിടെ സംഭവിച്ചത് എന്നെനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ സനു കുറേ കമ്മ്യൂണിറ്റി പോസ്റ്റ്, മിനി കുറേ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ റിസർച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ, ഗൂഗിൾ സർവേയിൽ കിട്ടിയ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോന്നുമായിട്ട് എടുത്ത് പറയാൻ എനിക്ക് അത്ര ടൈമില്ല, പെട്ടെന്ന് ഞാൻ പറയാം. അതിൽ ക്രൈം റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നിങ്ങൾ പറയുന്നു. തമിഴ്നാട്ടിൽ കുറവാണെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പറയുന്നു പുസ്തകത്തിലെ അറിവ് പോരാ, അല്ല അത് അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാസ് തറ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, പുസ്തകത്തിലെ അറിവല്ല അനുഭവമാണ് ഗുരു എന്നുണ്ടെങ്കിൽ എന്തിനും നിങ്ങൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നു. ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ അറിവ് വെച്ചിട്ട് പറഞ്ഞാൽ പോരെ. ശരി, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഈ സംഭവം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ക്രൈം റേറ്റ് കേരളത്തിലാണ് കൂടുതൽ അല്ലേ? ഈ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വിവാദമായ നമ്മുടെ അത്രയധികം മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയ 2 ക്രൈം ഉണ്ടായിരുന്നു. ഒന്ന് ജിഷയുടെ കൊലപാതകം, ഒന്ന് നമ്മുടെ സൗമ്യയുടെ കൊലപാതകം. ഇത് രണ്ടും ചെയ്തത് ആരാണ്? സൗമ്യയുടെ കൊലപാതകം അറിയാലോ, ഒരു തമിഴനാണ് ചെയ്തേക്കുന്നത് അല്ലേ? ജിഷയുടേതും സെയിം അന്യ സംസ്ഥാനക്കാരനാണ് ചെയ്തേക്കുന്നത് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പച്ചപ്പരമാർത്ഥം. അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ. അത് ഗൂഗിൾ സർവേയിൽ വരുമ്പോൾ അത് കേരളത്തിൻ്റെ ക്രൈമായിട്ട് തന്നെ വരൂ. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ചെറിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും. ഗൂഗിൾ സർവേയിൽ, ഗൂഗിളിൻ്റെ റിസർച്ചിൽ അതെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ തിരുട്ട് ഗ്രാമം പോലുള്ള ഗ്രാമങ്ങളുള്ള ഈ തമിഴ്നാട്, അന്യ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ അടികൂടി കടിപൊടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും വെട്ടിയും കുത്തിയും തീർക്കും. ഓരോ പ്രത്യേക സ്ഥലങ്ങൾക്കും ഓരോ പ്രത്യേക നേതാക്കന്മാരുണ്ടാകും. പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ താരതമ്യേന കുറവായിരിക്കും. അവിടേക്ക് എത്തപ്പെടുന്നില്ല. പോലീസിൻ്റെ ഒരു സേവനം, സർവീസ് ഇത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. അത്ര രൂക്ഷമാണെന്നുള്ള കേസുകൾക്കല്ലാതെ അവർ കേസ് രജിസ്റ്റർ ചെയ്യാനോ FIR ഇടാനോ തയ്യാറാകുന്നില്ല. കേരളത്തിൽ അങ്ങനെയല്ല. ഇതേ നോക്ക്, ഈ യൂട്യൂബിൽ തന്നെ കുറേ സ്ത്രീകൾ കടന്ന് അടികൂടുന്നതിനെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നില്ലേ? അതെല്ലാം ക്രൈം ലിസ്റ്റിൽ വരുന്നില്ലേ? കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ പോലീസ് രേഖപ്പെടുത്തേണ്ടി വരുന്നില്ലേ? അതെല്ലാം ഈ ലിസ്റ്റിൽ തന്നെ വരും. അപ്പം കേരളം എങ്ങനെയൊക്കെ ആണ് എന്നിരുന്നാലും കേരളത്തിൽ വന്നു കയറി ആളുകൾ ചെയ്താലും അല്ലെങ്കിൽ അന്യസംസ്ഥാനക്കാർ വന്ന് ചെയ്താലും ആ ക്രൈം നടക്കുന്നത് കേരളത്തിലാണ് എന്നിരിക്കെ അത് കേരളത്തിൻ്റെ റിസർച്ചിൽ, സർവേയിൽ തന്നെ അത് കാണിക്കുകയുള്ളൂ. മനസ്സിലായോ? അത് ക്രൈമിൻ്റെ കാര്യത്തിൽ അത് ഈ 2 വലിയ വിവാദമായ ക്രൈമും ചെയ്തത് ആരാണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ
അത് 2023 എന്താണ്ട് സർവേ കണക്കാണ് നിങ്ങൾ പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ. അത് അതിനു മുമ്പേ അന്യസംസ്ഥാനക്കാർ എന്ന് കേരളത്തിൽ വന്നു തുടങ്ങിയോ അന്നേ നശിച്ചു തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഹൈ റേഞ്ചിൽ കുറേ ഏലക്കാടുകളുണ്ട്. പുളിയമ്മല, കട്ടപ്പന ആ ഭാഗത്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. കുറേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം. ആ ഭാഗത്തിൽ കുറേ ഏലക്കാടുകളുണ്ട്. ആ ഏലക്കാടുകളുടെ സൈഡിലുള്ള വഴികൾ കണ്ടാൽ, റോഡുകൾ കണ്ടാൽ കേരളമാണെന്ന് ആരും പറയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, എനിക്ക് ഒരുപാട് സങ്കടവും വിഷമവും വന്നിട്ടുണ്ട്. എൻ്റെ കേരളം എവിടെയോ പോയിപ്പോൾ ഇതുപോലെ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് പോയി ഇറങ്ങാൻ പറ്റില്ല. കേരളീയരെ കാണാനില്ല, അന്യസംസ്ഥാനക്കാരാണ്. ഇത് അവരുടെ കുറ്റമോ എന്ന് ചോദിച്ചാലോ ഒരിക്കലുമല്ല. കേരളത്തിൽ തൊഴിലാളികളുടെ അപര്യാപ്തതയുണ്ട്. അപ്പോൾ കുത്തക മുതലാളിമാർക്ക് തൊഴിലാളികളെ വേണം, അതിനു വേണ്ടിയിട്ട് ഇറക്കുന്നത് തന്നെയാണ്. കേരളത്തിലെ കുട്ടികൾ എന്താ ചെയ്യുക? അവർ കുറച്ചുകൂടെ ഉയർന്ന ജീവിത സാഹചര്യം നോക്കിയിട്ട് അവർ യൂറോപ്യൻ കൺട്രീസിലേക്ക് ചേക്കേറുകയാണ്. അങ്ങനെ വരുമ്പോൾ കേരളം കൈയടക്കി വെച്ചേക്കുകയാണ്. ഒരർത്ഥത്തിൽ കൈയടക്കി വെച്ചേക്കുകയാണ് ഈ അന്യസംസ്ഥാനക്കാർ. അപ്പോൾ അവിടെ അവർ മലീമസമാക്കുന്ന ഈ കേരളവും ഗൂഗിൾ റിസർച്ചിൽ സർവേയിൽ കേരളത്തിൻ്റെ മലിനമായിട്ട്, കേരളം മാലിന്യപ്പെടുത്തിയതായിട്ട്, കേരളം മലിനമാക്കപ്പെട്ടതിനെ പറ്റിയിട്ട് സംസാരിക്കൂ. ഇത് മലിനമാക്കിയതാര് എന്ന് റിസർച്ച് ചെയ്യില്ല. കേരളം ആണ് മലിനമാക്കപ്പെട്ടേക്കുന്നത്. അത് ആരുകൊണ്ട്? അന്യസംസ്ഥാനക്കാരെ കൊണ്ട്. അത്രയേ ഉള്ളൂ. പണ്ട് വിദേശികൾ വരെ വന്ന് പതിച്ചിട്ട് പോയൊരു കയ്യപ്പുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത്. പിന്നെ കുറേ ആളുകൾ എന്നെ പ്ലഡ്ജ് പഠിപ്പിക്കുന്നു. പ്ലഡ്ജ്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് കീച്ചായി. ഓക്കെ, ഈ പ്രതിജ്ഞ നമ്മൾ സ്കൂളിൽ എന്നും ചൊല്ലിക്കൊണ്ടിരുന്നു, നമ്മുടെ കുട്ടികൾ ചൊല്ലുന്നത് അല്ലേ. ഇത് ഈ തമിഴ്ത്തിയുടെ കാര്യം വന്നപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഈ പ്രതിജ്ഞ ഓർമ്മ വന്നത്? കുറേ പേര് ഇത് പറഞ്ഞ് എന്നെ പഠിപ്പിക്കേണ്ട, എനിക്കത് ഫുള്ളും അറിയാം, ഫുള്ളും കാണാപ്പാടം അന്ന് പഠിച്ചു പറഞ്ഞതുപോലെ തന്നെ എനിക്കത് ഫുള്ളും അറിയാം കേട്ടോ. അപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ളത്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നതാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്, മാരേജ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വേറെ കൺട്രിയിൽ പോയിട്ട് കല്യാണം ചെയ്യണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ത്യയും അയൽ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ശത്രുതയോ വാക്പോറ നടന്നാൽ നമ്മൾ എപ്പോഴും ആരുടെ കൂടെ നിൽക്കും? നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇന്ത്യനാണ്, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നാൽ ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനമായ കേരളവും അയൽ സംസ്ഥാനവും തമ്മിൽ വാക്പോര് നടന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നമ്മൾ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ കൂടെ നിൽക്കും അല്ലേ. അപ്പോൾ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളത് മറന്നിട്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കും അല്ലേ. ഇനി അതും കഴിഞ്ഞിട്ട് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നാൽ നമ്മുടെ വീട്ടുകാരും അയൽ വീട്ടുകാരും തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കൂടെ നിൽക്കുമല്ലേ. നമ്മൾ അപ്പോഴും പറയുമോ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് അപ്പോഴും പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു പറ്റം സ്ത്രീകൾ പോരാടുന്ന, തിരിഞ്ഞു കൊത്തുന്ന മലയാളികൾ തമ്മിൽ ഈ അടിപിടി കൂടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഫിജോ ജോസഫ് എന്ന് പറയുന്ന ആളെ നിങ്ങൾ പറയുന്നു ഇന്ത്യക്കാരിയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ആ പ്രതിജ്ഞ അങ്ങ് ചൊല്ലിയാൽ പോരെ? എന്തിനാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്? ആ പ്രതിജ്ഞ ഇപ്പോൾ ഫിജോ ജോസഫിന് ബാധകമല്ലേ? തനൂജയ്ക്ക് ബാധകമല്ലേ? സനുവിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം എവിടുന്ന് കിട്ടുന്നു ഈ പ്ലഡ്ജ്? നിങ്ങൾക്ക് പെട്ടെന്ന് എവിടുന്ന് കയറി വരുന്നു? അതും ഇപ്പോൾ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ത്യ വിരുദ്ധത കാണിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് ഇന്ത്യക്കാരെല്ലാം ഒന്നാണ്, മിനി അങ്ങനെ പറയരുത്, ഡിഫറെൻ്റ് തരംതിരിച്ച് കാണരുത് ഇന്ത്യയും തമിഴ്നാടിനെയും എന്ന് ഉള്ള രീതിയിലാണ് പറയുന്നത്. ഞാനല്ല ഒരിക്കലും ഒരു തമിഴ്നാടിനെയും കയറി മാന്തിയത്. എൻ്റെ കേരളത്തെ ഇങ്ങോട്ട് കയറി മാന്തിയപ്പോഴാണ്, ചൊറിഞ്ഞപ്പോഴാണ് ഞാൻ മാന്തിയത് അല്ലേ. എൻ്റെ കേരളത്തിലെ ആളുകളെ മണകൊണാഞ്ചന്മാരെ എന്ന് വിളിച്ചപ്പോഴാണ് തിരിച്ചു പറഞ്ഞത് അല്ലേ. അതപ്പോൾ പറയുന്ന ഒരു രഹസ്യമായിട്ട് പറഞ്ഞത്, രഹസ്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുള്ള ഇടമാണല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഇവർ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യം പബ്ലിക് അല്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നു. ഈ കഴിഞ്ഞ 6 മാസമായിട്ട് തനൂജ എന്ന് പറയുന്ന സ്ത്രീ രഹസ്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും അല്ലാതെ രഹസ്യമായിട്ട് പലരോടും പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീ എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്ത് അറുമാദിച്ചുകൊണ്ടിരുന്നത്, തെറി വിളിച്ചുകൊണ്ടിരുന്നത്, ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. ഈ തനുജയെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റേതായ ലിമിറ്റിൽ നിന്നിട്ടാണ് ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യുകയും ചെയ്യും. അവരുടെ ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സ്റ്റിൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ വിമർശിച്ചത് മുഴുവൻ അവരുടെ രഹസ്യമായ പല ആളുകളോടും പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഇവർ വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ തനുജയുടെ കാര്യം പറയുമ്പം അത് വേ, ഇവരുടെ കാര്യം പറയുമ്പോൾ അത് റേ അല്ലേ.
അതെങ്ങനെയാണ് അങ്ങനെ വരിക? അപ്പോൾ അതുപോലെ തന്നെ പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്നു, സനു ചെയ്തതിൽ എന്താണ് തെറ്റ്? ഒരു പുരുഷനുമൊത്ത് ജീവിച്ചു, അല്ലെ ഹോട്ടലിൽ പോയി, പ്രായപൂർത്തിയായ ലേഡിയാണ്, അതിൽ നമ്മുടെ നിയമം അതിനെ എതിർക്കുന്നില്ല, നിയമത്തിൽ അതിനെതിരായിട്ട് നിയമം സംസാരിക്കുന്നില്ല, നിയമം അതിനെ അനുകൂലിക്കുന്നു. സോ വൈ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 6 മാസമായിട്ട് തനൂജ പ്രശാന്തന്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അലമുറയിട്ട് തേറി വിളിച്ച് മെഴുകിക്കൊണ്ടിരുന്ന എന്തിനാണ്? സമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണോ? നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ? സൊസൈറ്റിയെ ബാധിക്കുന്ന കാര്യമാണോ? എന്തിനാണ് ഈ സ്ത്രീ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ സ്ത്രീക്ക് ഒരു നിയമവും തനൂജയ്ക്ക് വേറൊരു നിയമമാണോ? തനൂജയുടെ കുഞ്ഞ്, ഞാൻ അവരെ വെള്ളപൂശി കാണുന്ന വിചാരിക്കേണ്ട, എൻ്റെ തൊഴിലതല്ല, പക്ഷേ തമ്മിലൊന്ന് ഞാൻ കമ്പയർ ചെയ്യുന്നതാണ്. തനൂജയുടെ കുഞ്ഞ് ഷോർട്സ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അട്ടപ്പടലം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കഷം കാണുന്ന വളരെ വൃത്തികെട്ട സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് ഈ സ്ത്രീ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ തനൂജയുടെ കുഞ്ഞ് ഷോർട്സ് ഇട്ടത് നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്ന കാര്യമാണോ? അതൊരു കുഞ്ഞു കുട്ടിയാണല്ലേ? അപ്പോൾ അത് സൊസൈറ്റിയെ വല്ലാണ്ട് ബാധിക്കുന്ന കാര്യമാണോ? അതിനുവേണ്ടി 6 മാസം കടന്ന് ഈ സ്ത്രീ തെറിയും ചീത്തയും വിളിച്ചിട്ടുണ്ട്. തനൂജ എത്ര വേണ്ടി തെറി വിളിച്ചിട്ടാണ് ഈ സ്ത്രീ തനൂജയെ തെറി വിളിച്ചിട്ടുള്ളത്? ഇവർ പറയുന്നു ഇവരെ തെറി വിളിക്കുന്നവരെയാണ് ഇവർ തെറി വിളിക്കുന്നതെന്ന് പറയുന്നു. അതേപോലെ ഓട്സ് മലയാളി ടോക്സ് എന്ന് പറയുന്ന ചാനലിലെ ആ സ്ത്രീ ഇവരെ എന്ത് തെറി വിളിച്ചിട്ടാണ് ഇവരെ ഇമ്മാതിരി തെറി കാര്യം പറഞ്ഞിട്ടുണ്ട്, കാര്യം സംസാരിക്കുന്നുണ്ട്. അവർക്ക് കിട്ടിയ ആ മെന്റൽ ഷോക്കിൻ്റെ അവരുടെ കുഞ്ഞിനെയും അവരെയും അവരുടെ ഹസ്ബൻഡിനെയും ഒക്കെ വെച്ച് പറഞ്ഞ ആ തെറിയുടെയും ചീത്തയുടെയും ഒക്കെ പകരമായിട്ട് അവർ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നുമുണ്ട്. അല്ലാതെ അവരെന്ത് തെറി വിളിച്ചിട്ടാണ് അവരെ തെറി വിളിക്കുന്നത്? ഫിജോയുടെ കാര്യത്തിലേക്ക് വരാം. ഫിജോയുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു വൃത്തികേട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഫിജോ ഇവരുടെ കുഞ്ഞിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു വൃത്തികേട് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അങ്ങനെ ഒരു ചരിത്രം പാസ്റ്റ് ഇവരുടെ കുഞ്ഞിനുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരാമോ? ഫിജോയുടെ അച്ഛനെ പറ്റിയിട്ട് ഈ തമിഴത്തി പോക്സോ കേസിനെ പറ്റിയിട്ട് 1500 തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 1500 തവണ. ഒരു തെളിവ് വെക്കാൻ ഈ തമിഴത്തിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? തെളിവില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണോ ഇത്ര സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പ്രസംഗിക്കുന്നത്? അപ്പോൾ ഈ തനുജയും ഫിജോയും ഒക്കെ ചെയ്യുന്ന കാര്യം ഏത് രീതിയിലാണ് ഈ തമിഴത്തിയെ ബാധിക്കുന്നത്? ഇപ്പോൾ പബ്ലിക്കിൽ ക്യാഷ് ഇല്ലാത്ത ആളുകളുടെ ക്യാഷ് തനൂജയ്ക്ക് പോകരുത്, അതിൻ്റെ ആവശ്യം തനൂജയ്ക്കില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു പാവപ്പെട്ടവരുടെയും 1 രൂപ പോലും പോവേണ്ട കാര്യമില്ല. പിന്നെ പണമുള്ളവർ കൊടുത്തോട്ടെ, അവരുടെ കൂടെ വാട്സപ്പ് ഗ്രൂപ്പ് കൂടുവോ, വാട്സപ്പിൽ കൂടിയിട്ട് കുറച്ചധികം ക്യാഷുള്ള ആളുകളുടെ ക്യാഷ് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, കൊടുത്തോട്ടെ. അതാരെയും ബാധിക്കുന്ന കാര്യമല്ല, സൊസൈറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ടല്ലേ 6 മാസമായിട്ട് ഇമ്മാതിരി ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ തനൂജയ്ക്ക് ഒരു റൂളും സനുവിന് വേറൊരു റൂളുമാണോ? തനൂജ പ്രശാന്തന്റെ കൂടെ പോയാൽ അന്താരാഷ്ട്ര തെറ്റ്, ലോകത്തില്ലാത്ത തെറ്റ്, അഭിസാരിക, അവിഹിതം, മറ്റേത് മറിച്ചതൊക്കെ പബ്ലിക്കിനെ അങ്ങ് ബാധിക്കുകയാണ്. സനു എന്ത് തോന്നിയവാസം കാണിച്ചാലും പബ്ലിക്കിനെ ബാധിക്കില്ല അല്ലേ? ഈ സനു എന്ന സ്ത്രീയെ പറ്റിയിട്ട് ഒരൊറ്റ നല്ല കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ഇല്ല. എനിക്ക് ഒരു ക്വാളിറ്റി, ഭൂലോക നുണച്ചയായ ഒരു സ്ത്രീ എന്നുള്ളതല്ലാതെ ഒരു ക്വാളിറ്റിയും എനിക്ക് അവരിൽ കാണാൻ പറ്റുന്നില്ല. എത്രയോ കള്ളം പറയുന്നവർ എത്രയോ കള്ളം പറയുന്നു. അവർ ഇതുവരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുമ്പോൾ പിറ്റേന്ന് അവർ വന്നിട്ട് ഇരുന്ന് പറയും സർപ്രൈസ്, നിങ്ങൾക്ക് സർപ്രൈസ് തന്നു. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി. എനിക്കൊരു അബദ്ധം പറ്റിയാലും നാളെ നിങ്ങളെ ഞാൻ പറ്റിച്ചേ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുന്ന മലയാളി അത് വിശ്വസിക്കും ഇനിയുമല്ലേ. പക്ഷെ ഞാൻ അത്ര പൊട്ടത്തിയല്ല, അതുകൊണ്ട് എന്നെ കിട്ടില്ല അതിന്. കേരളത്തെ ഇത്രയധികം ആക്ഷേപിച്ച ഒരു സ്ത്രീ, കേരളത്തിലെ ആളുകളെ മണകുണാഞ്ചൻ എന്ന് പറഞ്ഞ സ്ത്രീ, നമ്മുടെ CM-നെ തെറി വിളിച്ച സ്ത്രീ, ആ സ്ത്രീയെ ഇപ്പോഴും അനുകൂലിച്ച് സപ്പോർട്ട് ചെയ്യുന്ന നട്ടല്ലില്ലാത്ത കേരളത്തിലെ ആൾക്കാർ, അതിന് എന്നെ കിട്ടില്ല. പണ്ട് നമ്മുടെ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് ലങ്കയിലെ വാസത്തെ പറ്റി, ലങ്ക ഒരുപാട് സൗകര്യങ്ങളുള്ള സുന്ദരിയായ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടുത്തെ വാസത്തെ പറ്റിയിട്ട് അതിമനോഹര സുന്ദരം ഇവിടെ ജീവിക്കാം എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞൊരു വാക്കുണ്ട്, അഭി സ്വർണ്ണമയി ലങ്ക നമ്മെ ലക്ഷ്മണ രോചിതെ ജനനി ജന്മഭൂമിച്ച സ്വർഗാധിപ ഗരീസി എന്ന്. എന്താണിത്? ലക്ഷ്മണ, ഇനിയിപ്പോൾ സ്വർണ്ണമാണെന്ന് പറഞ്ഞാലും ഞാൻ ലങ്കയെ ഇഷ്ടപ്പെടുന്നില്ല, അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല. കാരണം പെറ്റമ്മയും ജനിച്ച നാടും സ്വർഗത്തെ കഴിഞ്ഞും വലുതാണ് എന്ന്. എനിക്കും അങ്ങനെയാണ്. ഏറ്റവും വലുതാണ്. എൻ്റെ നാടിനെ തൊട്ടാൽ, എൻ്റെ അമ്മയെ തൊട്ടാൽ, എൻ്റെ ജന്മനാടിനെ തൊട്ടാൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും. അതിന് നിങ്ങളെപ്പോലെ നട്ടല് പണയം വെച്ചിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയല്ല ഞാൻ, കേട്ടോ. പിന്നെ ഒരു നാഗവല്ലി ഇന്നലെ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രോഡ് മദറിൻ്റെ ലീലാവിലാസങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. എന്ത് ലീലാവിലാസങ്ങളാണ് നാഗവല്ലി നടന്നത്?
നിങ്ങൾ ഈ ഫ്രോഡ് മദർ എന്ന് പറയുന്ന സ്ത്രീ കാരണം ആ സ്ത്രീയുടെ കുട്ടികളെ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിതം കണ്ടുപിടിച്ചോ, നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ, ലോഡ്ജിന്ന് പിടിച്ചോ, എന്തെങ്കിലും ലീലാവിലാസമാണ് നടന്നത്? കുറേ ചെണ്ട കൊട്ടി പ്രഹസനം കാണിച്ച്, ഞാൻ വേറെ ഒരുത്തരുടെയും വീഡിയോ കാണാൻ ഞാൻ പോയിട്ടില്ല. ഈ കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, ഫിജോയുടേത്, അതുപോലെ തന്നെ പവർ ടോക്സ്, ഓസ് മലയാളി, ഇങ്ങനെയുള്ള ചിലരുടെ മാത്രം. എനിക്ക് വേറെ ചാനലുകളിലേക്ക് എത്തി നോക്കുന്നത് തന്നെ ഇഷ്ടമല്ല ഇപ്പം. അപ്പോൾ അങ്ങനെയുള്ളതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് വിത്ത് പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ അർമാദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ ചർച്ചകൾ, അവരുടെ കൂലംകുഷിതമായ ചർച്ചകൾ, ഗൂഢാലോചനകളൊക്കെയാണ് നിങ്ങൾ പുറത്തിട്ടത് അല്ലേ? എന്താണ് ഫിജോ എന്താണോ പബ്ലിക്കിൽ പറഞ്ഞത് അത് തന്നെയാണ് രഹസ്യമായിട്ടും പറഞ്ഞിട്ടുള്ളൂ. പബ്ലിക്കിലാണ് ഫിജോ വെല്ലുവിളിച്ചത്. ഇവനും തമ്മിൽ കല്യാണം കഴിക്കരുതെന്ന് എവിടെയും പറയട്ടെ, കല്യാണം കഴിക്കണം, അത് ഞാൻ തടയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലേ? കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ വഴിക്കില്ല എന്ന് പറഞ്ഞു. ജോലി കളയുമെന്ന് വെല്ലുവിളിച്ചതാണ്, മെന്റലി തകർക്കുമെന്ന് വെല്ലുവിളിച്ചതാണ്. അതൊക്കെ തന്നെയാണ് ചെയ്തത്. അതൊക്കെ തന്നെയല്ലേ ഓപ്പോസിറ്റ് ഈ പറയുന്ന സാധനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയധികം സ്ത്രീകൾ വട്ടം കൂടി നിന്നിട്ട് ആക്രമിക്കുന്ന ഒരേ ഒരു സ്ത്രീയെയാണ് ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയെ അല്ലേ? എന്നിട്ട് എന്തിയാ തൊടാൻ പറ്റാത്ത ഇതുവരെ? എന്തിയാ തൊടാൻ പറ്റാത്തത്? നിങ്ങളൊക്കെ പറയുന്നു ആ സ്ത്രീക്കെതിരെ ഒരുപാട് കേസുണ്ട്, 2 സ്ത്രീകളുടെ മരണത്തിന് ഉത്തരവാദി ആ സ്ത്രീയാണെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടാത്തത്? അവർക്കെതിരെ നിങ്ങൾ നിരത്തുന്ന ഓരോ FIR-ഉം ഓരോ കേസുകളും കേരളത്തിലെ നിയമ സംവിധാനം അത്രത്തോളം അധപ്പതിച്ചതൊന്നുമല്ല. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കും. ഇത്രയധികം ആളുകൾ ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് അറ്റാക്ക് ചെയ്യാൻ നിന്നിട്ടും ആ സ്ത്രീയെ എന്താണ് ഒന്ന് തൊടാൻ പറ്റാത്തത്? അവരിൽ ശരിയുള്ളത് കൊണ്ടാണ് അല്ലേ? അതെനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നിൻ്റെയൊന്നും വക്കാലത്ത് എനിക്ക് വേണ്ട. പിന്നെ ഈ പറയുന്നത് പോലെ ബാക്കിയുള്ള ഓപ്പോസിറ്റ് ആളുകൾ വെറുതെ കിടന്ന് ചിലാന്ന് ചിലയ്ക്കുന്നതും ഇരുട്ടത്തിരുന്ന് വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തിയിട്ട് ഒളിച്ചിരിക്കുന്നതും പോലെയല്ല ആ സ്ത്രീ. ആ സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ശത്രുക്കൾ ഉള്ളത് എന്ന് വെച്ചാൽ അവരെന്താണോ പറയുന്നത് ചെയ്യാൻ പറ്റുന്നതേ അവർ പറയൂ. അല്ലാതെ ഇവരെ കാണുമ്പോഴത്തേനും മുട്ടുകൂട്ടിയടിച്ച് 2 വീലർ എടുത്തിട്ട് ഓടത്തില്ല, ഇരുട്ടത്ത് പോയിരുന്ന് വെല്ലുവിളിക്കത്തില്ല. ഇവരുടെ ഹസ്ബൻഡിനെ, ഫിജോ ജോസഫിൻ്റെ ഹസ്ബൻഡിനെ പറയുന്നു മണകൊണാഞ്ചൻ ഷൊട്ട. ഫിജോ ഏതോ വീഡിയോയിൽ, ആ വീഡിയോ എനിക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ, തെറി വിളിച്ചപ്പോൾ ഇയാൾ അടുത്തിരുന്ന് കേട്ടു എന്ന് പറയുന്നു. ഈ പേര് മണകൊണാഞ്ചൻ ഷൊട്ട എന്ന് ഇപ്പം കറക്റ്റ് പേരിടാൻ പറ്റിയ ഒരു വ്യക്തിയുണ്ട്, ഈ പറയുന്ന സനു കെട്ടിയേക്കുന്ന ആൾ. എക്സാക്ട്ലി അത് തന്നെയാണ്. തിരിച്ചു വിളിക്കുമോ നിങ്ങൾ? കാര്യം ഈ സ്ത്രീ ഫിജോ തെറി വിളിച്ചപ്പോൾ അടുത്തിരുന്ന് കേട്ടു എന്ന് പറയാൻ നിങ്ങൾ അദ്ദേഹത്തെ അത്രയധികം തെറി വിളിച്ചു, അത്രയധികം അപമാനിച്ചു. ഒരു തമിഴത്തെ തെറി വിളിച്ച് ഒരുത്തനെ ഓടിച്ചു, വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോലീസ് സഹായം തേടി അവൻ രക്ഷപ്പെട്ടു അല്ലേ? ഒരു തമിഴത്തേടെ അടുത്ത് ഓടിയിട്ട് അപ്പുറത്ത് പോയി നിന്നിട്ട് കുറച്ച് മാറി നിന്നിട്ട് ഫിജോയുടെ കാറ് വരുമെന്ന് പറഞ്ഞ് മുട്ടുകൂട്ടി ഇടിച്ച് ഇവളെ വിളിച്ചു. അയാളെ എന്തെന്നാ വിളിക്കേണ്ടത്? നട്ടലില്ലാത്ത ആ സ്ഥാനത്തിന് എന്തെന്നാ വിളിക്കേണ്ടത്? തിരിച്ചു വിളിക്കുവോ? അതാണോ വലുത്? ഇതാണോ വലുത്? അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും വന്നപ്പോൾ അവർ തെറി വിളിച്ചപ്പം ഒരു ഹസ്ബൻഡ് മിണ്ടാതിരുന്നു. അത് വലിയ തെറ്റാണ് അല്ലേ? അപ്പം ഒരു പെണ്ണ് തെറി കൊടുത്തു എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇഷ്ടംപോലെ തെറി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത്രയും തെറി വിളിച്ച് ഒരു പുരുഷനെ ആക്ഷേപിച്ച് ആ പുരുഷൻ 4 സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടി. അത് ഇവർ തന്നെ പറഞ്ഞതാ, ഫിജോ പറഞ്ഞതല്ല. അപ്പോൾ ഈ പറഞ്ഞ മണകുണാഞ്ചൻ ഷൊട്ട പേര് ഏറ്റവും അധികം ചേരുന്ന ആർക്കാണ്? പിന്നെ ഫിജോ കല്യാണം മുടക്കി എന്ന് പറഞ്ഞിട്ട് കരയുന്ന സാധനങ്ങളോട് പറയുകയാണ്. എവിടെയാണ് ഇയാൾ അവിടുന്ന് പോന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ നോക്ക്. ഇയാൾ അവിടുന്ന് പോന്നപ്പോൾ തൊട്ട് ഫിജോ കല്യാണം മുടക്കാൻ ചെന്നിട്ടേയില്ല. 4 തവണ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടും ഹോട്ടലിൽ വെച്ചിട്ടും വീട്ടിൽ വെച്ചിട്ടും ഒക്കെ ഇയാൾ ഇറങ്ങി ഓടിയത് ആര് പറഞ്ഞിട്ടാണ്? ഫിജോ പറഞ്ഞിട്ടാണോ ഇറങ്ങി ഓടിയത്? ഫിജോ പറഞ്ഞിട്ടാണോ പോലീസ് വന്നത്? ഇവളുടെ വീട്ടിൽ പോലീസ് വന്നിട്ട് ഇയാളെ പൂട്ടിയിട്ടത് ഫിജോ പറഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ഇയാൾ ഇവളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞത് ഫിജോ പറഞ്ഞിട്ടാണോ? അവിടുന്ന് ഇയാൾ ജീവനും കൊണ്ട് ഓടിയത് ഫിജോയുടെ ഇൻഫ്ലുവൻസ്, ഫിജോയുടെ സാമീപ്യം കൊണ്ടാണോ ജീവനും കൊണ്ട് ഓടിയത്? അല്ലല്ലോ. ഇയാൾ തെറി വിളിച്ചു. ഒരല്പമെങ്കിലും മാന്യതയുള്ള വ്യക്തിയാണെങ്കിൽ ഇയാൾ അവിടുന്ന് പോയി ഇവരോട്, ഈ പറയുന്ന സ്ത്രീയോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഓടി രക്ഷപ്പെട്ട ഉടനെ ശത്രുപക്ഷത്തിൽ ചേർന്ന് അവരെയെല്ലാം വിളിച്ച് മെഴുകി യൂട്യൂബ് ചാനൽ തുറന്ന് ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നത്? എന്തിനായിരുന്നു അത്? ഇയാൾക്ക് സൈലൻ്റ് ആയിട്ടിരുന്നാൽ പോരെ? ഈ ചക്കിക്കൊത്ത ചങ്കരൻ തന്നെയാണ് കറക്റ്റ്. ഈ നുണച്ചിയായ സ്ത്രീക്ക് ചേരുന്ന ആൾ തന്നെയാണ്. ഇയാളെ ഒരു മലയാളി പെണ്ണും അംഗീകരിക്കില്ല എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലായി. തിരിച്ചു പോയ ഇയാളുടെ കാര്യം നടക്കണമെങ്കിൽ തിരിച്ചു പോയേ പറ്റൂ എന്ന് ഇയാൾക്ക് മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാളും പെരുന്നുണയനാണ്.
അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കൂസലുമില്ലാതെ നുണ പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് ഇയാൾ. ഒരു കൂസലുമില്ലാതെ നുണ പറയാൻ പറ്റുന്ന ഒരു പുരുഷനാണ് ഇയാൾ. പുരുഷന്മാർക്ക് അപമാനമാണ് അങ്ങനെ പറഞ്ഞാൽ, പക്ഷേ അങ്ങനെ പറഞ്ഞേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഓരോ ഷോർട്സൊക്കെ ഇടുമ്പം ഇയാളോട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, വീണ്ടും തിരിച്ചങ്ങോട്ട് പോകാനാണോ, അബദ്ധമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ, നിങ്ങൾ എന്തിനാണ് കലയായിട്ട് കാണൂ, ഞാൻ ഒരിക്കലും കളഞ്ഞതിൻ്റെ പുറകെ പോകില്ല, പഴയതിൻ്റെ പുറകെ പോകില്ല. ഒരു ചാഞ്ചല്യവുമില്ലാതെ, ഫേസിലെ ആ ഒരു ഭാവത്തിന് പോലും ഒരു മാറ്റമില്ലാതെ പെരുങ്കള്ളം പറഞ്ഞ അയാളാണ് അല്ലേ. അയാൾ തൻ്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അയാൾ പറയും, അയാൾ സൈലൻ്റ് ആവും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ പറയാമെന്ന് പറയും. ഇത്ര കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് ആ സ്ത്രീയും. അങ്ങനെയാണ് നാളെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം പേരും കള്ളവും നുണയും തന്നെയാണ്. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഫിജോ പ്രേരിപ്പിച്ചു വിട്ടെന്ന് എവിടെയാണ് അങ്ങനെ നിങ്ങൾക്ക് തെളിവ് കിട്ടിയേക്കുന്നത്? ഗൂഢാലോചന, ഇവർ കാരണമാണ് ആ കുട്ടി അത് ചെയ്തതെന്ന്. പിന്നെ അതിലും ആ സ്ത്രീ കള്ളത്തരം കള്ളം പറഞ്ഞേക്കുന്നു. കൈ എന്താ തേങ്ങ കുത്തിയപ്പോൾ മുറിഞ്ഞെന്നോ, തേങ്ങ കൊത്തിയപ്പോൾ മുറിഞ്ഞെന്നോ, തേങ്ങ പൊതിച്ചപ്പോൾ മുറിഞ്ഞെന്നോ എന്നൊക്കെ പറയുന്നു. അത് കള്ളമാണെന്ന് അന്ന് തന്നെ തെളിഞ്ഞതാണ്. ഈ സ്ത്രീ തന്നെ പറഞ്ഞതാണ് കൈ അറുത്തു മുറിച്ചു എന്നുള്ളത്. അതുതന്നെയല്ല, സ്വന്തം വീട്ടിലെ സ്വന്തം റൂമിലെ ടോയ്ലറ്റ് പോലും സ്വന്തം മോള് കഴിയില്ല എന്ന് പറയുന്ന സ്ത്രീ പറയാണ് പാതിരാത്രിക്ക് അവരുടെ വീട്ടിൽ തേങ്ങ പൊതിച്ചെന്ന്. ഇതൊന്നും പോരെങ്കിൽ ഇനി അതിൻ്റെ വ്യക്തമായ തെളിവ് ഫിജോയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ CP-യിൽ കിടക്കുന്നുണ്ട്, പോയി നോക്ക്. ഈ ഷൊട്ട എന്ന് പറയാൻ കറക്റ്റായിട്ട് ആപ്തമായ, കറക്റ്റായിട്ട് യോജിക്കുന്ന ആ പേരുള്ള അയാൾ ഫിജോയ്ക്ക് ഇട്ടേക്കുന്ന മെസ്സേജാണ്. അവളുടെ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് അവൾ പറഞ്ഞ കാര്യം അയാൾ പറഞ്ഞേക്കുന്നത്, അയാളുടെ ഐഡിയിൽ നിന്നിട്ടേക്കുന്ന കമൻറ്റ് അവിടെ കിടപ്പുണ്ട്, പോയി ചെന്ന് നോക്കാം. അപ്പോൾ ആരാണ് ഉത്തരവാദി? ഇത്രയും ഒക്കെ ആയിട്ട് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ, എന്നെ രക്ഷിച്ചതാണ്, ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് എൻ്റെ മോള് എന്നെ രക്ഷപ്പെടുത്തിയതാണ്, ഇത്രയധികം ഇത്രയധികം കഴകത്ത് കെട്ട ഒരുത്തൻ എൻ്റെ തലയ്ക്കാകാതിരിക്കാൻ വേണ്ടി എൻ്റെ മോള് രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഫിജോയല്ല, ഈ സ്ത്രീയാണ് പറഞ്ഞതല്ലേ. ഫിജോയുടെ മോൻ ഫിജോ കാരണം ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ഫിജോയല്ല, സനുവാണ് പറഞ്ഞത്. കിട്ടിയത് സനുവിനാണ് അല്ലേ. ആരാണ് ചെയ്തത്? കർമ്മ. അതാണ് കർമ്മ. അതാണ് എവിടെയാണ് സത്യമുള്ളത് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് തെളിവാണത്. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട, അതിൽ കൂടുതലൊന്നും തെളിവ് എനിക്ക് വേണ്ട. സത്യം എവിടെയാണ്, നീതി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അതിലും വലിയൊരു തെളിവ് എനിക്ക് വേണ്ട. ഫിജോയുടെ കുഞ്ഞിനെ പറ്റി എന്നവൾ അത് പറഞ്ഞോ, അതിന് വിത്തിൻ ഡേയ്സ് ഇവർക്ക് കിട്ടി അല്ലേ. ഇവരുടെ കുട്ടി അത് ചെയ്തു. അപ്പോൾ എവിടെയാണ് സത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ, മൂളയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ 100-ൽ 150% ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ പ്രൗഡ് മദറാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അവരോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. അത് നീയൊക്കെ ഇനി എത്ര കിടന്ന് തലയും കുത്തി മറിഞ്ഞാലും അതില്ലാതാവില്ല. ഇതേപോലെയുള്ള ഒരു ചവറ് സ്ത്രീക്ക് വേണ്ടിയിട്ട് അത് ഞാൻ എവിടെയും അടിയറവ് വയ്ക്കില്ല. അവർ പപ്പി കടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊടിച്ച് മസിലൊക്കെ പിടിച്ച് ഒരു തരം സംസാരം മിനിസ് ക്വസ്റ്റ്യൻ പ്രൗഡ് മദർ എന്ന് പറഞ്ഞിട്ട് നീ അവിടെ ഇരുന്ന് കാണിക്കുന്ന ഞാൻ കണ്ടു. ജസ്റ്റ് ആ ഒരു പോർഷൻ ഞാൻ കണ്ടിരുന്നു. വെറും വെറുതെയാ. നിന്റെ ആ കോപ്രായവും ഗോഷ്ടിയും കണ്ടിട്ട് പേടിക്കുന്ന ആളുകളുണ്ടാവും. എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ പറയുന്നത് നീ സൊസൈറ്റിയിലേക്ക് എടുത്തിടുന്ന ഈ വൃത്തികേടുകളെ പറ്റിയിട്ട് ഞാൻ ഇനിയും എത്ര സംസാരിക്കാവോ ഞാൻ സംസാരിച്ചു തന്നെ ഇരിക്കും. നിന്റെ ഒരു രഹസ്യവും ചെയ്യാനായിട്ട് ഞാൻ എവിടെയും വന്നിട്ടില്ല. നീ ഈ സൊസൈറ്റിയിലേക്ക് ഇടുന്ന വേസ്റ്റ് പല ആളുകളും പറയുന്നുണ്ട് ഇത് നമുക്ക് പറ്റിയതല്ല, ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്, ചവറാണ്, ചപ്പാണ്, ഞങ്ങൾ മാന്യരാണ്, ഞങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ പോകത്തില്ലെന്ന്. നമ്മുടെ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ മാലിന്യ കൂമ്പാരം ചവിട്ടി നടക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഉള്ളതിനെതിരെ സംസാരിച്ചില്ലെങ്കിൽ നല്ലതിൻ്റെ പുറകെ മാത്രമേ പോകൂ. ഞാൻ നല്ല കുട്ടിയാണ് എന്ന് പറയാനിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇൻഫ്ലുവൻസർ ആണ്, സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുന്നത് എന്തിനാണ്? നല്ലതിൻ്റെ പുറകെ മാത്രമേ, സ്റ്റാൻഡേർഡുള്ള ഇതിൻ്റെ പുറകെ മാത്രമേ പോകൂ എന്നുണ്ടെങ്കിൽ, ഇത് സ്റ്റാൻഡേർഡ് ലെസ് ആണ് എന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെയാണ് ആദ്യം പ്രവർത്തിക്കേണ്ടത് അല്ലേ. 6 മാസമായിട്ട് ഈ സ്ത്രീ നടത്തിയ കൂതറയാട്ടം, വിളിച്ച തെറികൾ, ഈ ഫിജോ ജോസഫിനെ നീയൊക്കെ കൂടെ പറയുന്നില്ലേ, ഒരുപറ്റ സ്ത്രീകൾ കൂടെ നിന്ന് ആക്രമിക്കുന്നില്ലേ, തൊടാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? അവർ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് പെണ്ണ് കണ്ടുപിടിക്കുക. ചെയ്യും എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ട്. നീയൊക്കെ കുറേ ആയില്ലേ ഒരു പറ്റം കൂടി നിന്നിട്ട് ആക്രമിക്കാൻ നോക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്തസ്സുണ്ടോ, അഭിമാനമുണ്ടോ നിങ്ങൾക്ക്? ഇവരെ അത് ചെയ്യും, ഇത് ചെയ്യും, ഇവരെ അങ്ങോട്ട് നാളെ നോക്കിക്കോ, ഇന്ന് നോക്കിക്കോ, 100 ദിവസം, 50 ദിവസം, 30 ദിവസം, 10 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ടല്ലോ. എന്തിയെ തൊടാൻ പറ്റാത്തത്?
അന്നും ഇന്നും എന്നും ഇപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ ഉള്ളിലുള്ളതിനെ കഴിഞ്ഞും ഒരുപാട് ഇരട്ടി സ്നേഹവും ഇഷ്ടവും കൂടിയിട്ട് മാത്രമേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സ്ത്രീ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത്ര വേഗം ഒരുത്തിയും ഇവളൊന്നും ഒതുങ്ങത്തില്ലായിരുന്നു. എത്ര 6 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്ന നാടകം അല്ലേ, തെറി വിളിച്ച് തനൂജയുടെ പ്രവൃത്തികൾ ഒരിക്കലും ഞാൻ ഇനിയും മുന്നോട്ട് അംഗീകരിക്കുന്ന ആളല്ല. പക്ഷേ ഇത്രയധികം ചീത്ത വിളിക്കാനായിട്ട് എന്താണ്, ഇവർക്ക് മാന്യമായിട്ട് സംസാരിക്കാമല്ലോ. എത്രയധികം വൃത്തികെട്ട തെറികളാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യവും പറഞ്ഞിട്ടും ഇനി കണ്ടില്ലേ പ്രൗഡ് മദറിന്റെ നാടകം എന്ന്. പ്രൗഡ് മദർ ഏതാണെന്ന് ഇപ്പോൾ ഒന്നും കൂടെ അണ്ടർലൈൻ ചെയ്യപ്പെട്ടു. സ്വന്തം കുഞ്ഞിനെ പറ്റിയിട്ട് ഒരു ധാരണയുമില്ലാതെ ചതിച്ചിട്ട് ഓടിപ്പോയി ഇവര് തന്നെ പറഞ്ഞ ആള്. വൃത്തിയില്ല മണമാണെന്ന് ഈ സ്ത്രീ തന്നെ പറഞ്ഞത്. ഇപ്പൊ മണക്കുന്നില്ല. അടുത്തിരുന്ന് ഈ എലി എന്നാണ്ട് തേങ്ങാപ്പൂള് കാണുമ്പോൾ ഇങ്ങനെ കാണിക്കുന്ന പോലെ ഇരുന്ന് മണം പിടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മണം വരുന്നില്ലേ അവർക്ക്? ഇപ്പൊ നാറ്റമില്ലേ അയാൾക്ക്? കുംഭകർണനാണ്, കിടന്ന് തിന്നും ഉറങ്ങും. ഇവനെ ഞാൻ നോക്കണമോ എന്ന് ചോദിച്ച ഈ കള്ളി നുണച്ചായ സ്ത്രീ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ, കേട്ടില്ലേ അതൊന്നും? അപ്പൊ ഇവന്റെ ആ തീറ്റയെ ഉറക്കവും ഇപ്പൊ പോയോ? അയാളുടെ തീറ്റയെ ഉറക്കവും പോയോ? ഇപ്പോൾ അങ്ങ് നിന്നോ? ഇവരുടെ കൂടെ ഒന്ന് സഹവസിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഇവരതെല്ലാം അങ്ങോട്ട് മറന്നോ? ഈ സ്ത്രീ തന്നെയല്ലേ പബ്ലിക്കിൽ ഇവന്റെ ഇല്ലായ്മകൾ, ഇവന്റെ ബലഹീനതകൾ എല്ലാം വിളിച്ചു പറഞ്ഞത്? അവന്റെ കുമ്പയെ പറ്റിയിട്ട്, കൊടവയറിനെ പറ്റിയിട്ട്, അവന്റെ നാറ്റത്തിനെ പറ്റിയിട്ട്, അവന് കഴിവില്ല, ഒരു ജോലിയും ചെയ്യല, തിന്നും ഉറങ്ങും ഇത് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവഹേളിച്ചത് ഈ സ്ത്രീ തന്നെയല്ലേ? ഇയാളല്ലേ ഈ സ്ത്രീയെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നത്? തേറി പറഞ്ഞ് ഇവനെ ഓടിച്ചെന്ന് പറഞ്ഞത് ഇയാളല്ലേ? വേറെ ആരുമല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നെഗറ്റീവ് മുഴുവൻ പറഞ്ഞ ഇവര് രണ്ട് അല്ലേ? അത് എടുത്തു പറയുന്ന ആളുകൾക്ക് കുറ്റം അല്ലേ? ഇത് എവിടുത്തെ നിയമമാണ്? പിന്നെ ഫിജോ ജോസഫ് കല്യാണം മുടക്കാനായിട്ട് ഇയാളുടെ നട്ടലിന് അത്രയും ബലവേ ഉണ്ടായിരുന്നുള്ളൂ? ആണല്ലായിരുന്നോ? ഒരാൾ മുടങ്ങുന്നതാണോ? അതിനു മുമ്പ് വെല്ലുവിളിച്ചല്ലോ, മരണത്തിനല്ലാതെ ഞങ്ങൾ ആരെയും വേർപ്പെടുത്താൻ മരണത്തിനല്ലാതെ ഞങ്ങൾ അനുവിച്ചനുവും വേർപെടില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് ആ നട്ടലങ്ങ് ഊരിപ്പോയി വഴപ്പിണ്ടിയായി പോയപ്പോഴാണോ തിരിഞ്ഞോടിയത്? ആണോ? അപ്പോൾ ഫിജോ ജോസഫ് അല്ല, എവിടെ നിന്ന് കടലിളകി വന്നാലും ഞങ്ങൾ നടത്തിയിരിക്കും, ഞങ്ങളിതേ കല്യാണം കഴിച്ചില്ലോ, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കക്കയും കപ്പയും ഒക്കെ തിന്നതും കെട്ടിപ്പിടിച്ചതും മുട്ടിയിരുന്നതും ഒന്നും നിങ്ങൾ കണ്ടതല്ലേ? പിന്നെ ഇയാൾ ഇവളെ ഇട്ടിട്ട് ഓടിയത് ഫിജോ ജോസഫ് കാരണമാണ് എന്ന് പറയുന്നത് എന്ത് ഊളത്തരമാണ്, എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? സ്വന്തം കുഞ്ഞ് കല്യാണം ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്, ഇവളുടെ കല്യാണം ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ചേച്ചിയൊക്കെ പറഞ്ഞ് തിരുത്തിയതാണ് എന്ന് ഇവനോട് പറഞ്ഞത് മെസ്സേജ് ചെയ്തേക്കുന്ന ഇവൻ തന്നെയാണ് ഫിജോയ്ക്ക് അല്ലേ? അത് മതി തെളിവ്. എനിക്ക് ആ തെളിവ് ധാരാളം മതി. ബുദ്ധിയില്ലാത്ത വിവരമില്ലാതെ വെറുതെ ഇരുന്ന് മാസം മാത്രം കാണിക്കുന്ന സ്ത്രീ പറയുന്നത് വിശ്വസിക്കാൻ പൊട്ടിയും മന്ദബുദ്ധിയും ഒന്നും അല്ല ഞാൻ. എനിക്ക് ഈ ഒരു കല്യാണം നടക്കണം എന്നുള്ളതായിരുന്നു ഫിജോയുടെ ആഗ്രഹം. അത് നടക്കണം. കാരണം ചേരേണ്ടതേ ചേരാവൂ. ഇങ്ങനെയുള്ള ഒരു മണഗുണാഞ്ചൻ കേരളത്തെ ഒരു പെണ്ണിൻ്റെ തലയിൽ പോയി കയറാൻ പാടില്ല. ഒരു പെണ്ണും അംഗീകരിക്കില്ല. ഇതെല്ലാം കണ്ടിരിക്കുന്ന ഏതെങ്കിലും കേരളത്തിലെ ഒരു പെൺകുട്ടി ഇയാളെ കല്യാണം കഴിക്കാൻ തയ്യാറാകും? ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് ഓടിച്ചെല്ലുന്നതെന്നുള്ള ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് ഫിജോ എവിടെയോ പറഞ്ഞിരുന്നല്ലോ, എലി പൂച്ചയിട്ട് എലിയെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചെന്നൊക്കെ പറഞ്ഞെന്ന്. പിന്നെ ഒന്നും നടന്നില്ല എന്നൊക്കെ ഇരു കക്ഷികളും അങ്ങനെ തന്നെയേ പറയൂ. ഇനി എന്തൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയേ പറയൂ. ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പ്രതികരിച്ചത് പബ്ലിക്കിൽ കണ്ട അവിഹിതത്തെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലോ അങ്ങനെയാണ്, അത് പ്രശ്നമല്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും നാളും ഈ സ്ത്രീ ചെലച്ചുകൊണ്ടിരുന്നത് ഈ ലോയ്ക്ക് അഗെയിൻസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. വേറൊരു സ്ത്രീയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ അന്നേരവും പറയണം. ഇരട്ടത്താപ്പ് കാണിക്കരുത്. ഒരാളുടെ കാര്യത്തിൽ മാത്രം സനു ചെയ്താൽ മാത്രം എല്ലാത്തിനും അവൾക്ക് ഒരു പെണ്ണാണെന്നുള്ള പരിഗണന എങ്കിലും ഇനി കൊടുക്കാത്തത് എന്തേന്ന്? ഓക്കെ, ഈ തനുജ പെണ്ണല്ലായിരുന്നോ? 6 മാസം വിട്ട് തെറി വിളിച്ചപ്പോൾ തനുജ പെണ്ണല്ലായിരുന്നോ? അവരെന്തെങ്കിലും ഇതേപോലെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഞാനും അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തെറി വിളിച്ചിട്ടില്ല അവരെ. അപ്പോൾ ഇവരെ 2-3 വീഡിയോ ഇട്ടപ്പോഴത്തേനും നിങ്ങൾക്കങ്ങ് നൊന്തോ? നിങ്ങൾ ചോദിക്കുന്നു പെണ്ണാണെന്നുള്ള ഒരു പരിഗണനയെങ്കിലും കൊടുക്കും, ഫിജോയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അല്പമെങ്കിലും കൊടുക്കും. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ഫിജോ എന്ന് പറയുന്ന ഒരു എക്സാക്റ്റ് സ്ത്രീയാണ്, ധൈര്യമുള്ള ഒരു സ്ത്രീയാണ്, പറയുന്നത് ചെയ്യാൻ കഴിവുള്ള സ്ത്രീയാണ്. നുണകളുടെ കൂമ്പാരം കൊണ്ട് യൂട്യൂബ് വളർത്തുന്ന സ്ത്രീയല്ല. ഇത്
മലയാളികളെ വിറ്റ് തിന്നിട്ട്, മലയാളികളുടെ കാശ് മേടിച്ച് തിന്നിട്ട്, മലയാളികൾക്ക് വേണ്ടി ചാനൽ നടത്തി തിന്നിട്ട് മലയാളികളെ കുറ്റം പറയുന്ന സ്ത്രീയല്ല. ഇത്രയും വാസ്റ്റ് റിസോഴ്സസ് ഉള്ള, ഇത്രയധികം സൗകര്യങ്ങളുള്ള തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ തമിഴ് സ്ത്രീക്ക് ജീവിക്കാൻ മലയാളികളുടെ ഔദാര്യം വേണ്ടി വന്നത്? തമിഴ്നാട്ടിൽ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പവർ ടോക്സ് എന്ന് പറയുന്ന ആ ചാനലിലെ ആ വ്യക്തിയോട് ക്യാഷ് കെഞ്ചുന്ന, കൊച്ചിന് പഠിക്കാനാണ് ഫീസ് കെട്ടാനാണെന്ന് പറഞ്ഞ് ഒരുപാട് തവണ അതുകൂടാതെ നിങ്ങൾ കെഞ്ചുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഒരാൾ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല, ഈ ദിവസം പവർ ബ്രോ ഫുഡ് പോലും ഞാൻ കഴിച്ചിട്ടില്ലേ, എന്തെങ്കിലും തരാവോ, ആരും എനിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, വീട്ടിൽ നിന്ന് പോലും ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ടില്ലെന്ന്. തമിഴ്നാട് അത്ര മോശമാണോ? ഞങ്ങളുടെയൊക്കെ കേരളത്തിലാണെങ്കിൽ ഞങ്ങൾ ഒരു സ്ത്രീ ഇങ്ങനെ വിശന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആളുകളെങ്കിലും ഒരു പൊതി ചോറ് ഭക്ഷണം മേടിച്ചുകൊണ്ട് കൊടുക്കും. കിട്ടിയില്ലേ? അതിനും മലയാളി വേണ്ടി വന്നു നിങ്ങൾക്ക്, അല്ലേ? അതിനും മലയാളി ഇവിടെ നിന്ന് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് അയച്ചു തരേണ്ടി വന്നു സ്ത്രീയെ. ആ ക്യാഷിൽ നിന്നാണ് 200 രൂപ എടുത്ത് ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് നിങ്ങൾ ഭക്ഷണം മേടിച്ചത് എന്ന് ആ വോയിസിൽ വ്യക്തമായിട്ടുണ്ട്. എന്നിട്ടും മലയാളിയെ പുച്ഛിച്ച നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നികൃഷ്ട മലയാളികൾ. എന്നെ അതിൻ്റെ കൂട്ടത്തിൽ പെടുത്തണ്ട. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കില്ല. ആ കാറ്റഗറിയിൽപ്പെട്ട ആളല്ല ഞാൻ. എൻ്റെ കേരളത്തെ, എൻ്റെ ജനങ്ങളെ ആക്ഷേപിച്ചതിന് ശേഷം മാത്രമാണ്, ഒരു ആക്ഷൻ ഉണ്ടായ ശേഷം മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് റിയാക്ഷൻ ഉണ്ടായത്. എവിടെയും എപ്പോഴും പറയണം ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന്. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ പറയുമോ? മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ തമിഴ്നാടിൻ്റെ നിലപാട് എന്താണ്? കേരളത്തിലെ ഇത്രയധികം ജനങ്ങളെ അട്ടപ്പടലം നശിപ്പിക്കുന്ന ഈ ജല ബോംബിൻ്റെ പുനർനിർമ്മാണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ വൃത്തികെട്ട നയം എന്താണ്? കേരളീയരെ പറ്റിയിട്ട് എത്ര ശ്രദ്ധയാണ് അവർക്കുള്ളത്, എത്ര കരുതലാണ് അവർക്കുള്ളത്? ഇതൊന്നും കണ്ണടച്ച് മിണ്ടാതിരിക്കാൻ വേണ്ടി പൊട്ടിയല്ല, അവർക്ക് അവരുടെ കാര്യം മാത്രം, അത്രയേ ഉള്ളൂ. ആരെ തല്ലിക്കൊന്നിട്ടാണേലും അവരുടെ നാട് വളർത്തുക, അവരുടെ ആളുകളും വളർത്തുക. പണ്ട് സലീം കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. തമിഴ്നാട്ടിൽ എവിടെയോ മുന്തിരിപ്പാടം കാണാൻ പോയപ്പോൾ സലീം കുമാർ ഒരു മുന്തിരി തോട്ടത്തിൽ നിന്ന് മുന്തിരി കഴിക്കാനായിട്ട് എടുത്ത് വായിൽ വെച്ചു അത്രേ. അപ്പോൾ സലീം കുമാറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുത്തെ പണിക്കാരന് ഒരു തമിഴനാണ് എന്നുള്ള ഒരു ലുക്ക് തോന്നിയിട്ട് പറഞ്ഞു, ഇത് നമുക്ക് തമിഴ് മക്കൾക്കുള്ളത് ഇതല്ല, അത് കേരളാവുക്ക്, അതിൽ കൂടുതൽ വിഷം അടിച്ചിട്ടുണ്ടെന്ന്. കേരളത്തിലേക്ക് കയറ്റി അയക്കേണ്ടതാ, അത് അങ്ങനെ തിന്നാൻ കൊള്ളില്ല, അതിൽ ഒരുപാട് വിഷം അടിച്ചിട്ടുണ്ടെന്ന് സലീം കുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ ആളുകളെ വിഷമടിച്ച് കൊന്ന് അവരെ മാക്സിമം അവരുടെ പണം ഊറ്റിയെടുക്കുക. അവർ ചത്താലും കൊന്നാലും അവർ ചത്താലും തകർന്നാലും ഒന്നും പ്രശ്നമല്ല, അവർക്ക് പ്രശ്നമല്ല. മുല്ലപ്പെരിയാർ നശിച്ച് അവർ തകർന്നാലും അവർക്ക് പ്രശ്നമല്ല. അവരുടെ ജലസ്രോതസ് അവർക്ക് വേണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്ന ഒരു കരാറിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ പറ്റിയിട്ട് ഒരു കരുതലുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. അത് തന്നെയാണ് അവരിപ്പോഴും എനിക്ക് കൂടുതൽ പൊക്കി പുകഴ്ത്തി കൊണ്ടുവരണ്ട, നടക്കില്ല. അങ്ങനെ പറയുന്ന സ്ത്രീ അത്യാവശ്യം തമിഴ്നാട് കൊണ്ട് ജീവിക്കുന്നതെങ്കിലും ആയിരിക്കണം. തമിഴ്നാട് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് നിങ്ങളുടെ അന്നത്തെ ഹോസ്പിറ്റലിൽ കടന്ന ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായി. അവിടെയും നിങ്ങൾക്ക് വേണ്ടി വന്നത് മലയാളിയാണ്. അതുകൊണ്ട് മിനി അത് പറയണം, മിനി ഇത് പറയണം, മിനി ഫിജോയ്ക്കെതിരെ സംസാരിക്കൂ, അല്ലെങ്കിൽ എന്താണ് പേടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഫിജോയെ നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ സ്ത്രീക്ക് വിലയില്ലെന്നല്ലേ? ഈ സ്ത്രീക്കെതിരെ ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. മൂളയില്ലാത്ത സ്ത്രീകളെ, എനിക്ക് വൃത്തികേടിനെതിരെ സംസാരിക്കാനേ അറിയൂ, നെഗറ്റീവിനെതിരെ, പബ്ലിക് വേസ്റ്റിനെതിരെ സംസാരിക്കാനേ അറിയൂ. ഒരു സ്ത്രീ അതിനൊക്കെ എതിരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കറേജിനെ, അവർ കേരളത്തിലെ സ്ത്രീയാണ്, കേരളത്തിലെ ഉരുക്ക് വനിത തന്നെയാണ് അവർ. അതിനെ ഞാനെന്തിന് പിന്നെയും വിമർശിക്കണം? അവരെ അങ്ങോട്ട് കയറി ചൊറിയാതെ ഒരാളെയും മാന്താനായിട്ട് അവർ വന്നിട്ടില്ല. നിങ്ങൾ സംസാരിക്കില്ല, നിങ്ങൾക്ക് മുട്ടുകൂട്ടിയിടിക്കും, നിങ്ങൾക്ക് പേടിയാണ്. അവർക്കെതിരെ, അവരുടെ കൊള്ളരുതായ്മകൾക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളെയും അവർ തെറി വിളിക്കുമെന്ന് ഈ പറയുന്ന നാഗവല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് ഞാൻ അവരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവർ തെറി വിളിച്ച ഒരു വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിലെടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അവർ തെറി വിളിച്ചിട്ടില്ല. 1 or 2 ശവം എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ആരാടേലും ആസ് യൂഷ്വൽ പറഞ്ഞു പോകുന്ന സംഭവം. അതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ തെറി വിളിച്ചില്ല നാഗവല്ലി. മര്യാദയ്ക്ക് സംസാരിച്ചാൽ അവർ തെറി വിളിക്കില്ല എന്നെനിക്ക് അന്ന് മനസ്സിലായി. അവരെ തെറി വിളിച്ചാൽ, അവരുടെ കുടുംബത്തിൽ കയറി തൊട്ടാൽ, അവരുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ, അവരുടെ ഹസ്ബൻഡിനെ പറഞ്ഞാൽ, അവരുടെ അച്ഛനെ പറഞ്ഞാൽ, അന്തസ്സുള്ള സ്ത്രീയാണെങ്കിൽ തിരിച്ച് ഇതുപോലെ തന്നെ പ്രതികരിക്കും, ഇതുപോലെ തന്നെ കിട്ടും. മേടിച്ചോണ്ട് മോങ്ങാനാ നിനക്കൊക്കെ പറ്റുള്ളൂ. നീയൊക്കെ പുകഴ്ത്തുന്ന ഇവളുമാർ
ഇതിലപ്പുറം വെല്ലുവിളിക്കുന്ന ആളുകളാണല്ലോ. ഇതിലപ്പുറം ഒന്നും നടപ്പിലാകുന്നില്ല അല്ലേ? ഒന്നും നടപ്പിലാകാതെ തോറ്റു തുന്നം പാടിക്കഴിയുമ്പോൾ ഉള്ള ഒരു അവസാന അടവുണ്ട്. ഇരുന്ന് വന്ന് മൂങ്ങിക്കൊണ്ട് വീഡിയോ ചെയ്യും. ഫിജോ ജോസഫ് എവിടെയാണ് മൂങ്ങിക്കൊണ്ട് വീഡിയോ ചെയ്തത്? അതാണ് ലേഡി, അതാണ് സ്ത്രീ. എവിടെയാണ് അവർ ജനങ്ങളുടെ സിമ്പതിക്ക് വേണ്ടിയിട്ട് മൂങ്ങിക്കൊണ്ട് വന്നിരുന്നു ചെയ്ത ഒരു വീഡിയോ നിങ്ങൾക്ക് പറയാവോ? ഇവിടെ ഇവളുമാരെ എത്ര തവണ മൂങ്ങിയേക്കുന്നു കാര്യം കാണാൻ വേണ്ടിയിട്ട്. കേരളത്തെ കുറ്റം പറഞ്ഞിട്ട് മൂങ്ങും. ഏത് കാര്യത്തിലും ഫ്ലോപ്പായി തോറ്റ് കഴിയുമ്പോഴത്തേനും മോങ്ങൽ തന്നെ. ആരെതിർത്താലും ഞാനും അന്യവും ഒന്നിച്ചിരിക്കും, മരണത്തിനല്ലാതെ പിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത് ഇവർ തന്നെയാണ്. എന്നിട്ട് ഇവർ മുടക്കിയെന്ന് പറഞ്ഞ് മൂങ്ങുന്നതും ഇവരാണ്. ഒരു തീരുമാനമെടുത്താൽ രണ്ടുപേര് തമ്മിൽ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കാൻ ആ രണ്ടുപേര് തന്നെ തീരുമാനിച്ചാൽ മതി. അതിനിടയ്ക്ക് ആര് നിന്നാലും അത് തടയാൻ പറ്റില്ല. ഇതിൽ ഇടയ്ക്ക് ആരും നിന്നിട്ടില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. എന്നിട്ടും അയാളിട്ടിട്ട് ഓടി പേടിച്ച് കാണുന്ന ഒരു ആണെന്ന് പറയാൻ സത്യം പറഞ്ഞ അറയ്ക്കും അല്ലേ? ഒരു പെണ്ണ് പോലും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഇറങ്ങി ഓടി. എന്നിട്ട് ഇറങ്ങി ഓടി ലോഡ്ജിൽ നേടി എവിടെയാ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് അയാളെ ചീത്ത വിളിച്ചെന്ന് അവളും പറഞ്ഞതാണ്, അയാളും പറഞ്ഞതാണ് അല്ലേ? അവിടുന്ന് ഇറങ്ങി ഓടി. എന്തിനാ ഇറങ്ങി ഓടിയത്? ഫിജോ ചെന്നോ അങ്ങോട്ട്? അതുകൊണ്ടാണോ ഇറങ്ങി ഓടിയത്? വീട്ടിൽ എന്തിനാണ് പൂട്ടിയിട്ടിട്ട് പോലീസ് ഇയാളുടെ അമ്മ കേസ് കൊടുത്ത് പോലീസിനെ ഇറക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എന്നിട്ട് വെറുതെ ആളുകളുടെ തലയെ വെക്കാൻ വരുന്നോ? അതിന് മന്ദബുദ്ധികൾ വിശ്വസിക്കും, മിനി വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ. ഇനി അത് പറഞ്ഞിട്ട് മിനിയെ ബ്രെയിൻ വാഷ് ചെയ്യാം. എനിക്ക് ഈ ചുറ്റും നടക്കുന്ന കാണാനും കേൾക്കാനും ഒക്കെയുള്ള കണ്ണുമുണ്ട്, ചെവിയുമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ശേഷിയും എനിക്കുണ്ട്. അത് മതി. നിൻ്റെയൊക്കെ ഓരോരുത്തരുടെ ഈ കളിമണ്ണിരിക്കുന്ന ബ്രെയിൻ എടുത്തു വെച്ചിട്ട് എനിക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ബ്രെയിൻ കൊണ്ട് തന്നെ ചിന്തിച്ച് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഫിജോ പ്രൗഡ് മദർ തന്നെയാണ്, പ്രൗഡ് ലേഡി തന്നെയാണ്, ഒരു പ്രൗഡ് വൈഫ് തന്നെയാണ്. ഇനിയും ഞാൻ പറയും, അവരുടെ സ്ട്രെങ്ത്. നിങ്ങൾ ഇത്രയും പേര് ഓപ്പോസിറ്റ് നിന്നിട്ടും ഒരിടത്ത് ഇവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൻസർ പറ. എവിടെയെങ്കിലും ഇവരെ ഫേസ് ടു ഫേസ് ചെന്ന് നിന്ന് വെല്ലുവിളിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടാനല്ലാതെ പറ്റിയിട്ടുണ്ടോ? എന്തേ ചെയ്യാത്തത്? അവർക്കുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്, സ്ട്രോങ് ആയിട്ടുള്ള മക്കളാണ്. അതാണ് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഒരു സ്ത്രീയെ ഏറ്റവും അധികം പവർഫുൾ ആക്കുന്നത്. കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്. അല്ലാതെ ഈ ലോകം മുഴുവൻ നിന്നു എന്ന് പറഞ്ഞാലും സ്വന്തം കുടുംബം കൂടെ ഇല്ലെങ്കിൽ, അവരെ സപ്പോർട്ടില്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇത്രയധികം പവർഫുൾ ആകാനായിട്ട് പറ്റില്ല. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ആവാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ 7 അയലത്തെങ്കിലും എത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ കാണിക്കുന്ന ഈ സ്വന്തം കുഞ്ഞിനോട് വേണ്ടി ജീവിക്കുന്നു, ഇനി കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അതായതാന്നൊക്കെ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ സ്ത്രീ ഒരുത്തൻ തിരിച്ചു വന്നപ്പോൾ പബ്ലിക്കിലിരുന്ന് ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മണപ്പിക്കുന്ന പോലെ എന്തൊക്കെയോ കാണിക്കുന്നു. ഇതൊക്കെ ഒരു കുഞ്ഞ് കണ്ടുകൊണ്ടായിരിക്കുന്നത്. എത്രയധികം വൃത്തികേടാണെന്നുള്ളത് ഇനി പറയരുത്. ഇത് നമ്മുടെ നിയമത്തിൽ അത് തെറ്റില്ലെന്ന്. നിയമത്തിൽ തെറ്റില്ലാത്ത കാര്യമാണെങ്കിലേ ആരുടെ കാര്യത്തിലും ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. തനൂജ ഒരുത്തരെ കൊണ്ടുവന്നിരുന്നിട്ട് ഇതുപോലെയൊക്കെ കാണിച്ചാൽ നീയൊക്കെ എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലം? നീയൊക്കെ സോഷ്യൽ മീഡിയ കത്തിക്കില്ലേ? ഏതോ പണ്ട് നടന്നു എന്ന് നീയൊക്കെ പറയുന്ന സംഭവം ചികഞ്ഞെടുത്ത് ഇപ്പോഴും അവരെ ആക്രമിക്കുന്നു അല്ലേ? തനൂജ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്താൽ നീയൊക്കെ എന്തായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്? നിനക്കൊക്കെ ഒരു നിയമം മാത്രം ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്, ഒരു വാല്യൂവുമില്ലാത്ത ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്. ഇവരിൽ വാല്യബിളായിട്ട് കാണുന്ന ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കാണിക്കാനില്ലല്ലേ? ഫിജോയിൽ ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇനിയും കിടക്കുന്നു 100,000 കാര്യങ്ങൾ. നീയൊക്കെ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കുന്നില്ലേ? നിനക്കൊന്നും തൊടാൻ പറ്റുന്നില്ലല്ലോ. വെല്ലുവിളിക്കല്ല, നിനക്കൊന്നും തൊടാൻ പറ്റുന്നില്ലല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം.